അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു പുനഃസംഘടനയാണ് BJP ഇക്കുറി നടത്തിയിരിക്കുന്നത്. ക്രൈസ്തവ സമുദായത്തെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ ഭാരവാഹി പട്ടിക. ഷോൺ ജോർജിനും അനൂപ് ആന്റണിക്കും നിർണായക റോളുകൾ നൽകിയത് ഇതിൽ നിന്നും വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. കത്തോലിക്ക സഭ വോട്ടുകളെ ഒപ്പം നിർത്തിയാൽ തെരഞ്ഞെടുപ്പിൽ പല അട്ടിമറികളും സംഭവിക്കുമെന്ന് ബോധ്യമായിട്ടുണ്ട്. അതനുസരിച്ചുള്ള പുനഃസംഘടനയാണ് BJPയിൽ ഉണ്ടായിരിക്കുന്നത്. ഗ്രൂപ്പ് നോക്കാതെയുള്ള പരീക്ഷണത്തിനാണ് BJPയിൽ രാജീവ് ചന്ദ്രശേഖർ ഭാരവാഹി പട്ടികയിലൂടെ ഉന്നമിടുന്നത്. കെ സുരേന്ദ്രൻ്റെ പക്ഷത്തിന് അതൃപ്തി ഉണ്ട് എങ്കിലും ആ അതൃപ്തിയെ രാജീവ് വകവയ്ക്കില്ല. കാരണം ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ജനകീയ പരിവേഷമുള്ള ശോഭാ സുരേന്ദ്രനെ അടക്കം ഒപ്പം ചേർത്തുകൊണ്ടാണ് രാജീവ് മുന്നോട്ട് പോകുന്നത്. ഗ്രൂപ്പല്ല, തെരഞ്ഞെടുപ്പിലെ ജയമാണ് ലക്ഷ്യമെന്നും ദേശീയ നേതൃത്വം ഏൽപ്പിച്ച ദൗത്യം അതാണ് എന്നുമാണ് രാജീവിൻ്റെ നിലപാട്. മുതിർന്ന നേതാവായ PK കൃഷ്ണദാസിനോട് അടുപ്പം പുലർത്തുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ ആ പക്ഷക്കാരനായ AN രാധാകൃഷ്ണന് ഭാരവാഹിത്വം നൽകിയിട്ടില്ല. സമീപകാലത്തുണ്ടായ വിവാദങ്ങളാണ് രാധാകൃഷ്ണന് വിനയായി മാറിയത്. അതേസമയം BJP കോർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നിട്ടും ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയതിൽ രാധാകൃഷ്ണൻ അതൃപ്തി അറിയിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. വൈസ് പ്രസിഡന്റായിരുന്ന C ശിവൻകുട്ടിയും ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്തായി. ഒഴിവാക്കപ്പെട്ട പ്രധാന നേതാക്കൾക്ക് ദേശീയ കൗൺസിലോ നിർവാഹക സമിതിയിലോ അംഗത്വം ലഭിച്ചേക്കുമെന്നും പ്രചാരണമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശിച്ച പാനൽ ദേശീയ നേതൃത്വം അതേപടി അംഗീകരിക്കുകയായിരുന്നു. തങ്ങളുടെ പക്ഷത്തു നിന്ന് P സുധീറിനെയോ C കൃഷ്ണകുമാറിനെയോ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കുമെന്ന് സുരേന്ദ്രൻ വിഭാഗം കരുതിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് ഉണ്ടായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായ വോട്ട് വർദ്ധിപ്പിച്ച ജില്ലകളിലെ പ്രസിഡന്റുമാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയായിരുന്നു. തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് VV രാജേഷും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്ന MV ഗോപകുമാറും സംസ്ഥാന സെക്രട്ടറിമാരായി. സുരേന്ദ്രന്റെ ടീമിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ശോഭാ സുരേന്ദ്രൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ള പരാതി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ജനറൽ സെക്രട്ടറിമാരായിരുന്നുവെങ്കിലും MT രമേശിനും കാര്യമായ പരിഗണന ലഭിച്ചിരുന്നില്ല. മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന S സുരേഷിനായിരിക്കും സംസ്ഥാന ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദം. അനൂപ് ആന്റണി 20 വർഷത്തിലേറെയായി യുവമോർച്ച ദേശീയ സെക്രട്ടറി അടക്കം വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോഴത്തെ നിലയിൽ തുടർന്നും പുനഃസംഘടനാ തന്ത്രങ്ങളുമായി രാജീവ് മുന്നോട്ട് പോകും. BJP നേതൃത്വത്തിൽ ഏറ്റവും മുകളിലത്തെ സമിതിയായ കോർ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം കാത്തിരിക്കുകയാണ് നേതാക്കൾ. മുൻ പ്രസിഡന്റുമാർക്ക് പുറമെ ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുന്നവരും നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാരുമാണ് കോർ കമ്മിറ്റിയിൽ ഉണ്ടാകുക. കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റായിട്ടും ഡോക്ടർ KS രാധാകൃഷ്ണനും AN രാധാകൃഷ്ണനും കോർ കമ്മിറ്റിയിൽ എത്തിയിരുന്നു. ഇത്തവണ ഷോൺ ജോർജിനെയും KK അനീഷ് കുമാറിനെയും S കൃഷ്ണകുമാറിനെയും വൈസ് പ്രസിഡന്റ് പദത്തിനൊപ്പം കോർ കമ്മിറ്റിയിൽ കൂടി ഉൾപ്പെടുത്തിയേക്കും എന്നുള്ള വിവരമുണ്ട്. ഇക്കുറി കോർ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും എന്നാണ് അറിയേണ്ടത്. V മുരളീധരൻ പക്ഷത്തെ എത്ര നേതാക്കൾ നിർണായകമായ ഈ കോർ കമ്മിറ്റിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യം. 4 ജനറൽ സെക്രട്ടറിമാരെയാണ് പാർട്ടി പുതുതായി പ്രഖ്യാപിച്ചത്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം പട്ടികയിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ V മുരളീധര പക്ഷത്തെ തഴഞ്ഞുകൊണ്ടുള്ള ഭാരവാഹി പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും. R ശ്രീലേഖ IPS, ഷോൺ ജോർജ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരും. ജനറൽ സെക്രട്ടറിമാരായിരുന്ന P സുധീറും S കൃഷ്ണകുമാറും വൈസ് പ്രസിഡന്റുമാരാകും. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് V മുരളീധര പക്ഷത്തു നിന്ന് ആരും തന്നെയില്ല. 4 ജനറൽ സെക്രട്ടറിമാരിൽ MT രമേശിനെയാണ് നിലനിർത്തിയത്. ഡോക്ടർ KS രാധാകൃഷ്ണൻ, C സദാനന്ദൻ, P സുധീർ, C കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൾ സലാം, R ശ്രീലേഖ IPS, K സോമൻ, അഡ്വക്കേറ്റ് K അനീഷ് കുമാർ, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. അശോകൻ കുളനട, K രഞ്ജിത്ത്, രേണു സുരേഷ്, VV രാജേഷ്, പന്തളം പ്രതാപൻ, GG ജോസഫ്, MV ഗോപകുമാർ, പൂന്തുറ ശ്രീകുമാർ, P ശാരജ്, MP അഞ്ജന രഞ്ജിത്ത് എന്നിവരാണ് സെക്രട്ടറിമാർ. ട്രഷറർ E കൃഷ്ണദാസാണ്.